ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ SSC ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ SSC GD 2026 നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ലൈവായിട്ട് നടക്കുകയാണ്. സോ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയോ? അപ്പോൾ എന്നാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ നോക്കുക. ഡിസംബർ 31 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ട്. നിങ്ങൾക്കറിയാം 10th ക്വാളിഫിക്കേഷനിലും പാസ് ആണെങ്കിൽ ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ഡിസംബർ 31 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അറൗണ്ട് 25,000-ലധികം വേക്കൻസീസ് കുറവാണെന്ന് വിചാരിക്കേണ്ട. എന്തായാലും പോകെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യും. ഒരു 50+ വേക്കൻസീസ്, 50,000-ലധികം വേക്കൻസീസ് എന്തായാലും റിപ്പോർട്ട് ചെയ്തിരിക്കും. സോ വേക്കൻസീസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം ചെയ്തോളുക. നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് റീസണിങ് 20 ക്വസ്റ്റ്യൻസ്, GK GS 20 ക്വസ്റ്റ്യൻസ്, മാത്സ് 20, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് 20 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് 160 മാർക്കിനാണ് SSC GDയുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറാണ് എക്സാം, 60 മിനിറ്റ് ആണ് ടൈം എന്ന് പറയുന്നത്. 1 അവർ എക്സാം ആണ്, 160 മാർക്കിന്. അപ്പോൾ പാറ്റേൺ ഒക്കെ ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി അപ്ലൈ ചെയ്തതിനു ശേഷം എന്ത് വേണം? പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? അതേ സിലബസ് അറിഞ്ഞിരിക്കണം. സോ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ജനറൽ നോളജ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെ, മെയിൻ എന്താണ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷില് മെയിൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വൊക്കാബുലറി മെയിൻ ആയിട്ടുള്ളതാണ്. വൊക്കാബുലറിൽ എന്ത് സിനോണിംസ് ഉണ്ട്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ് അല്ലെ. ഓൾറെഡി നമ്മൾ കുറേശ്ശെയായിട്ട് ഓരോ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കോംപ്രഹെൻഷൻ വായിക്കുക. നമ്മൾ പണ്ട് മുതലേ വായിക്കുന്നതാണ് റീഡിങ് കോംപ്രഹെൻഷൻ. പാസേജ് വായിച്ചു അതിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. ഓൾറെഡി വൊക്കാബ് കുറേയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ എക്സാംസിനും വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. എന്തൊക്കെ പോർഷൻസ് ആണ്? അതിൽ എറർ ഡിറ്റക്ഷൻ ഉണ്ട്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, പാരാജമ്പിൾസ്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ടോപ്പിക്കുകൾ, ഇംഗ്ലീഷിന്റെ പോർഷൻസ് എന്ന് പറയുന്നത്. സോ മൊത്തം ഒരു 80% പ്ലസ് ക്വസ്റ്റ്യൻസും ഈ അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ. ഇതിൽ നമ്മൾ ഓൾറെഡി കുറേയൊക്കെ, അതായത് സിനോണിംസ് ഒക്കെ നമ്മൾ എല്ലാ എക്സാംസിനും വേണ്ടി ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പ്ലസ് പാരഗ്രാഫ് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എറർ ഡിറ്റക്ഷൻ ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഒരു സിലബസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് എന്താണ്? GK ആണ് അല്ലെ, ജനറൽ നോളജ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ ജനറൽ നോളജിൽ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത് എന്താണ്? സയന്റിഫിക് ഇൻവെൻഷൻ. അത് തന്നെ ആദ്യം കൊടുക്കാൻ കാരണം എല്ലാ വർഷവും സയന്റിഫിക് ഇൻവെൻഷനിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും സയന്റിഫിക് ഇൻവെൻഷൻ ടോപ്പിക്കിൽ നിന്നുണ്ട്. സ്പോർട്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരാറുണ്ട്. ഒന്ന് സ്റ്റാറ്റിൽ നിന്നും ഒന്ന് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ ഒരു 3 മുതൽ 2 ചോദ്യങ്ങൾ വരെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതിൽ തന്നെ ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക? ടെമ്പിൾ ലൊക്കേഷൻ, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അറിയാം. ടെമ്പിൾ ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഫോം, മ്യൂസിക്കൽ അവരുടെ ഇൻസ്ട്രുമെന്റ്സ്, അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഓരോ മേളകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ. അത് തന്നെ ടെമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെമ്പിൾ സ്ട്രക്ചറിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് കൂടുതലും അത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ്. അത് സ്റ്റാറ്റിന് അധികം ചോദ്യങ്ങളില്ല. ഫുള്ളി എന്താണ് കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ അവാർഡ്സ് ആൻഡ് ഓണേഴ്സിലെ ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന്, അതും ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള അതായിരിക്കും കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഡേറ്റ്സ് എന്നും കൂടുതൽ ചോദിക്കാം. ആൻഡ് ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ജോഗ്രഫി, എർത്ത്, സൺ ആ ബേസ് ചെയ്തിട്ടുള്ള, അതേപോലെ റിവറിന്റെ ട്രൈബ്യൂട്ടറി അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സോളാർ സിസ്റ്റം, അറ്റ്മോസ്ഫിയർ, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് നമ്മുടെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടോപ്പിക്കുകളിൽ നിന്നാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറ്.
ഇക്കോണമി പറയുകയാണെങ്കിൽ ഇക്കോണമിയിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 5-year പ്ലാൻ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. 5-year പ്ലാൻ ഉണ്ട്. ദെൻ നാഷണൽ ഇൻകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നാഷണൽ ഇൻകം, സെൻസസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. GDP എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. GDP എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ പിന്നെ കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RBIയുടെ ഡിസിഷൻസ്. അപ്പൊ അതുപോലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇക്കോണമിന്ന് പ്രതീക്ഷിക്കും. ഇനി ഹിസ്റ്ററിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും പറയത്തക്ക ഒരു ചോദ്യവും ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ വേൾഡ് ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് നോക്കിയേ വേണ്ട, അതിൽ നിന്ന് ചോദ്യങ്ങളേ ഇല്ല. ദെൻ പിന്നെയുള്ളത് സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ദെൻ 1905 മുതൽ 1947 ബേസ് ചെയ്തിട്ടുള്ള ആ വരെയുള്ള മൂവ്മെന്റുകൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ബേസ് ചെയ്ത് ഹിസ്റ്ററിയിൽ നിന്നും ഉണ്ട്. ഓക്കെ, ഗാന്ധിയൻ ഇറയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങളുണ്ട്. ദെൻ വേൾഡ് ഹിസ്റ്ററിന്ന് വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. പൊളിറ്റി കേസ് എടുക്കുകയാണെങ്കിൽ ആർട്ടിക്കിളിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും നിന്നും വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ആർട്ടിക്കിളിൽ നിന്നുണ്ട്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് പൊളിറ്റിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ആർട്ടിക്കിൾ നിങ്ങൾ നോക്കി തന്നെ വെക്കുക. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി, DPSP എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പഞ്ചായത്തി രാജ് എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രസിഡന്റിന്റെ ആ ഒരു സെറ്റ്, അതിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിലെല്ലാം എന്തായാലും പൊളിറ്റിയിൽ നിന്നും 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ ഒരു ക്വസ്റ്റ്യനിൽ 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കറണ്ട് അഫയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഒരു 10 മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. അപ്പൊ ഇത്രയുമാണ് GK ബേസ് ചെയ്തില്ല. GKയിൽ നമ്മൾ നോക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനി മാത്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള നമ്മൾ നോർമലി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് മാത്സിന്റെ കേസിൽ. നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റിൽ നിന്നും ഷുവർ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. 20 ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം, 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രോഫിറ്റിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യം വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഫണ്ടമെന്റൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയാണ് മാത്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. ദെൻ റീസണിങ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾ സിലബസ് വൈസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിലും നമുക്ക് എന്താണ് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ തന്നെ, പ്രാക്ടീസ് ചെയ്താൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 70%-അധികവും ചോദ്യങ്ങൾ. കാരണം കറക്റ്റായിട്ട് ആ ടോപ്പിക് വൈസ് നമ്മൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് മെമ്മറി അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് സെഷനിൽ നിന്നുള്ളത്. അനലോജി, ഒബ്സർവേഷൻ എല്ലാം നമുക്ക് അറിയാവുന്ന അതേ ടോപ്പിക്കുകൾ തന്നെ നമ്മൾ മാക്സിമം ചെയ്ത് നോക്കിയാൽ തന്നെ അത്യാവശ്യം ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, റീസണിങ്ങിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനി എന്താണ് അപ്ലൈ ചെയ്യുക അല്ലെ? അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അത് ഗേൾസിനും SC/ST കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. മെയിൽസിനും തന്നെ ജനറലും OBC കാറ്റഗറിക്ക് മാത്രമേ ഫീസ് ഉള്ളൂ. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മെയിലിന് ഹൈറ്റ് പറയുന്നത് 170 സെന്റിമീറ്റർ ആണ് മെയിലിന്റെ ഹൈറ്റ് പറയുന്നത്. ഫീമെയിൽസിന് 157 സെന്റിമീറ്റർ ആണ് പറയുന്നത്. ഫീമെയിലിന് 157ഉം മെയിലിന് 170 സെന്റിമീറ്റർ ആണ് ആ ഒരു ഹൈറ്റ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് അറിയാമല്ലോ, 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ക്വാളിഫിക്കേഷൻ 10th പാസ്സായിരിക്കണം. 10th പാസിന്റെ സർട്ടിഫിക്കറ്റിന് അവർ ഡേറ്റ് പറയുന്നുണ്ട്. January 1, 2026 നിങ്ങൾക്ക് മെട്രിക്കുലേഷന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഏജ് 18 മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്ക് പ്ലസ് ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷനും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും. സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് GKയിൽ ഓരോ ടോപ്പിക്കിൽ ഒക്കെ പോയിന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി December 31 മുൻപ് അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക അല്ലെ. കോഴ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ, CBT 1 മാത്രമേ ഉള്ളൂ. ദെൻ ഫിസിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി, അതും ഫോഴ്സിലേക്ക് ഒരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുക, നിങ്ങളുടെ ഹൈറ്റ് ഒക്കെ നിങ്ങൾ നോക്കുക, സിലബസ് നോക്കുക, അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പൊ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മുടെ AZB അക്കാഡമി SSC GD 2026 കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. റെക്കോർഡഡ് മാത്രമല്ല, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം അല്ലെ? എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്ത് നോക്കണം. സോ നമ്മുടെ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണോ? ഇതിനാ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് AZB ലേണിംഗ് ആപ്പിൽ നിന്നും കോഴ്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്ത് കോഴ്സ് എടുക്കാം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ടെലഗ്രാം നമ്മുടെ യൂട്യൂബ് കമന്റിൽ നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾ ചോദിക്കാം. ഈ ബാക്കിയുള്ള പുതിയ കോഴ്സസിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ അറിയാൻ, പുതിയ വരുന്ന അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാനായിട്ട് ഇതിന്റെ കൂടെയുള്ള ടെലഗ്രാം ചാനലിനെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, ബൈ ബൈ.